80കളിലും 90കളിലൊക്കെ സംവിധായകനായിട്ടും നടനായിട്ടൊക്കെ ഒരുപാട് തിളങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മണിവണ്ണൻ. നമുക്ക് മലയാളികൾക്ക് അദ്ദേഹത്തിനെ ഫാൻഡം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് തമിഴ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും എനിക്കാണ് മലയാളത്തിൽ അദ്ദേഹം ഒരു സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ഫാൻഡം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. സത്യരാജും മണിവണ്ണനും സുഹൃത്തുക്കളാണ്. ഇവർ കോളേജ് കാലഘട്ടം മുതൽ ഇവർ വളരെ അടുപ്പമായിരുന്നു. അന്നും രണ്ടുപേരും ഒരേപോലെ സിനിമയൊക്കെ സ്വപ്നം കണ്ട് നടന്നിരുന്നതാണ്. പിന്നീട് രണ്ടുപേരും എന്താ പറയുക, എനിക്ക് തോന്നുന്നു ആദ്യം സത്യരാജാണെന്ന് തോന്നുന്നു സിനിമയിൽ വന്നത്. മണിവണ്ണൻ പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നീട് അദ്ദേഹം നടനായി, സംവിധായകനായി. ശരിക്കും സത്യരാജിൻ്റെ റിയൽ നെയിം എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. രംഗരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. പിന്നീടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ സത്യരാജ് എന്നാക്കിയ രംഗമാറ്റി സത്യരാജായി മാറിയത്. അപ്പോൾ സത്യരാജായി മാറിയ ശേഷം അദ്ദേഹം ഒരുപാട് വില്ലൻ റോളുകളും നമുക്ക് അറിയാം. രജനീകാന്തിൻ്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചത്. അതായത് സത്യരാജിന് അന്ന് 31 വയസ്സും രജനീകാന്തിന് 35 വയസ്സുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടൊക്കെ വേഷം വെച്ചത്. അപ്പോൾ അദ്ദേഹം ഇമേജ് ഒന്നും നോക്കാതെ ഓടി നടന്ന് എന്താ പറയുക, വില്ലൻ റോളുകളും ക്യാരക്ടർ റോളുകളും കൂടും. വില്ലനായിട്ടൊക്കെ നമുക്കറിയാം കമൽഹാസൻ, രജനീകാന്ത്, വിജയകാന്ത് ഇവരുടെയൊക്കെ സിനിമ കൊടും വില്ലനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ 100ാമത് നാൾ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമ നമ്മുടെ മണിവണ്ണനാണ് ഡയറക്റ്റ് ചെയ്തത്. അതാണ് സത്യരാജിന് ഒരു ബ്രേക്ക് ആയത്. പിന്നീട് ഒരുപാട് സിനിമകൾ സത്യരാജിനെ നായകനാക്കി ഹിറ്റുകൾ കൊടുത്ത സംവിധായകനാണ് മണിവണ്ണൻ.